കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സേഫ്റ്റി ഫ്യൂസ് വരെയാണ് പറഞ്ഞു നിർത്തിയത്. ഇന്ന് നമ്മൾ ഇലക്ട്രിക് പവറിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. പവർ എന്താണെന്ന് നിങ്ങൾ 9ാം ക്ലാസ്സിൽ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. പവർ ഈസ് ദ റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക് എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതായത് വർക്ക് ചെയ്യുന്ന റേറ്റിനെയാണ് പവർ എന്ന് വിളിക്കുന്നത്. പവറിന്റെ യൂണിറ്റ് വാട്ടാണ്. റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക് ആയതുകൊണ്ട് തന്നെ പവറിന്റെ ഇക്വേഷൻ വർക്ക് ബൈ ടൈം എന്നാണ്. റേറ്റ് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മനസ്സിലാക്കുക, അവിടെ വിത്ത് റെസ്പെക്ട് ടു ടൈം എന്നാണ് അർത്ഥം. അതായത് റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്ക് വിത്ത് റെസ്പെക്ട് ടു ടൈം. അതായത് പവറിന്റെ ഇക്വേഷൻ വർക്ക് ഡിവൈഡഡ് ബൈ ടൈം എന്നായിരിക്കും. ഇവിടെ ഇലക്ട്രിക് പവറിനെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇലക്ട്രിക് പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാ ഇലക്ട്രോണിക് ഡിവൈസിലും പവർ എത്രയാണെന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാൻ കഴിയും. 100 വാട്ട്, 20 വാട്ട്, 0 വാട്ട്, 500 വാട്ട്, അങ്ങനെ പല രീതിയിലും പവർ ഓരോ ഇലക്ട്രിക്കൽ ഡിവൈസിനും ഉണ്ടായിരിക്കും. എല്ലാ ഇലക്ട്രോണിക് ഡിവൈസസും ഇലക്ട്രിക്കൽ എനർജി യൂസ് ചെയ്താണ് വർക്ക് ചെയ്യുന്നത്. വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിനെന്തുണ്ടായിരിക്കും? ഒരു പവർ ഉണ്ടായിരിക്കും. ഇവിടെ നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നെ ഇതിന്റെ ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട്. ദ എമൗണ്ട് ഓഫ് എനർജി കൺസ്യൂംഡ് ബൈ ആൻ ഇലക്ട്രിക്കൽ അപ്ലയൻസ് ഇൻ യൂണിറ്റ് ടൈം ഈസ് ഇറ്റ്സ് പവർ. അതായത് എല്ലാ ഇലക്ട്രിക്കൽ അപ്ലയൻസും ഒരു യൂണിറ്റ് ടൈമിൽ കൺസ്യൂം ചെയ്യുന്ന എനർജിയാണ് പവർ എന്ന് പറയുന്നത്. അതിന്റെ ഇക്വേഷൻ ആണ് പവർ ഈസ് ഈക്വൽ ടു വർക്ക് ബൈ ടൈം. പവറിന്റെ യൂണിറ്റ് വാട്ടാണ് നമ്മൾ പറഞ്ഞു. ഇനി ഇലക്ട്രിക്കൽ ഡിവൈസസിലെ പവർ കണ്ടെത്താനുള്ള ഇക്വേഷൻസ് നമുക്ക് എങ്ങനെയാണ് ഡെറൈവ് ചെയ്യുന്നത് നോക്കാം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ജൂൾസ് ലോ പ്രകാരം ഒരു ഇലക്ട്രിക്കൽ ഡിവൈസിൽ ജനറേറ്റ് ചെയ്യുന്ന ഹീറ്റ് എനർജി, അതായത് താപം എന്ന് പറയുന്നതിന്റെ ഇക്വേഷൻ H=I²RT ആണ്. അതുമായിട്ട് സംബന്ധിച്ച് ബാക്കി 2 ഇക്വേഷൻസ് കൂടി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. H=VIT, H=V²/R×T. ഇതിൽ നമുക്ക് H=I²RT എന്ന ഇക്വേഷൻ എടുക്കാം. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഒരു ഇലക്ട്രിക്കൽ ഡിവൈസ് ചെയ്യുന്ന വർക്കാണ് അതിൽ ഹീറ്റ് എനർജി ആയിട്ട് ജനറേറ്റ് ചെയ്യുന്നത്. അതായത് അവിടെയുള്ള ഹീറ്റ് എനർജി എന്ന് പറയുന്നത് വർക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെ വർക്ക് ഡൺ അഥവാ H=I²RT എന്ന് എഴുതാം. ടൈം സ്മോൾ ലെറ്റർ t ആണെങ്കിൽ പവർ പവറിന് P എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. പവർ വർക്ക് ബൈ ടൈം. വർക്ക് I²RT ആണ്, ഡിവൈഡ് ബൈ ടൈം. 2 tയും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ P=I²R എന്നായിരിക്കും. അപ്പോൾ ഇതാണ് പവറിന്റെ ഒന്നാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി ഓംസ് ലോ പ്രകാരം നമുക്ക് ഐക്ക് പകരം V/R എന്നോ അല്ലെങ്കിൽ ആറിന് പകരം V/I എന്നോ കൊടുക്കാം. I=V/R ആണ് കൊടുക്കുന്നതെങ്കിൽ അതിന് സബ്സ്റ്റിറ്റ്യൂഷൻ കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ P=V²/R എന്നായിരിക്കും. അതേസമയം ആറിന് പകരം V/I ആണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ P=VI എന്നായിരിക്കും. ഈ ഇക്വേഷൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ച ഹീറ്റ് എനർജിയുടെ ഇക്വേഷനുമായിട്ട് ഇതിനൊരു ബന്ധമുണ്ട്. അതായത് എല്ലാ ഹീറ്റ് എനർജിയിൽ നിന്നും ടൈം എടുത്ത് കളയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പവർ കിട്ടും. അതായത് H=I²RT ആണെങ്കിൽ P=I²R ആയിരിക്കും. അതായത് വർക്ക് ഡിവൈഡ് ബൈ ടൈം. ടൈം നമ്മൾ ക്യാൻസൽ ചെയ്ത് കളയുന്നു. അതേസമയം H=VIT എന്ന ഇക്വേഷൻ ആണെങ്കിൽ പവർ VI എന്ന് നമുക്ക് ലഭിക്കും. അതേസമയം H=V²/R×T ആണെങ്കിൽ പവർ V²/R എന്ന് നമുക്ക് ലഭിക്കും. അങ്ങനെ പവറിനും 3 ഇക്വേഷൻസ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. പവറിന്റെ യൂണിറ്റ് വാട്ട് ആണ്. അത് റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ W ആണ്. നിങ്ങളുടെ ടെക്സ്റ്റിൽ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എ ഹീറ്റിംഗ് അപ്ലയൻസ് ഹാസ് എ റെസിസ്റ്റൻസ് ഓഫ് 115 ohm. ഇഫ് 2 ആംപിയർ കറന്റ് ഫ്ലോസ് ത്രൂ ഇറ്റ്, വാട്ട് ഈസ് ദ പവർ ഓഫ് ദ അപ്ലയൻസ്? അതായത് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഇലക്ട്രിക്കൽ ഡിവൈസിന്റെ റെസിസ്റ്റൻസ് 115 ohm ആണ്. 2 ആംപിയർ കറണ്ട് അതിൽ കൂടി കടന്നു പോകുന്നെങ്കിൽ അതിന്റെ പവർ എത്രയായിരിക്കും? ആ ഡിവൈസിന്റെ പവർ എത്രയായിരിക്കും എന്നാണ് ചോദ്യം. തന്നിട്ടുള്ള വാല്യൂസ് നമുക്ക് താഴെ എടുത്ത് എഴുതാം. R=115 ohm, I ഇന്റൻസിറ്റി ഓഫ് കറണ്ട് 2 ആംപിയർ. അപ്പോൾ ആറും ഐയും ഉണ്ട്. ഐയും ആറും ഉൾപ്പെടുന്ന പവർ കണ്ടെത്താനുള്ള ഇക്വേഷൻ I²R ആണെന്ന് നമ്മൾ പഠിച്ചു. ഐയുടെയും ആറിന്റെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 460 വാട്ട് എന്നായിരിക്കും. അതായത് ആ ഡിവൈസിന്റെ പവർ എന്ന് പറയുന്നത് 460 വാട്ട് ആയിരിക്കും. താഴെ തന്നിട്ടുള്ള മറ്റൊരു ചോദ്യം ഇതേപോലെ തന്നെയാണ്. ഇവിടെ ഇന്റൻസിറ്റി ഓഫ് കറണ്ടും വോൾട്ടേജും തന്നിട്ടുണ്ട്. അതായത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് തന്നിട്ടുണ്ട്. വിയും ഐ ആണ് തന്നിട്ടുള്ളതെങ്കിൽ അവിടെ പവർ കണ്ടെത്താനുള്ള ഇക്വേഷൻ VI ആണ്. അത് നിങ്ങൾ ചെയ്ത് കണ്ടുപിടിക്കുക. ഇതിന് മുകളിലായിട്ട് മറ്റൊരു ചോദ്യം കൊടുത്തിട്ടുണ്ട്. ആൻ അപ്ലയൻസ് ഓഫ് പവർ 540 watt ഈസ് യൂസ്ഡ് ഇൻ എ ബ്രാഞ്ച് സർക്യൂട്ട്. ഇഫ് ദ വോൾട്ടേജ് ഈസ് 230 volt, വാട്ട് ഈസ് ഇറ്റ്സ് ആംപിയറേജ്? ആംപിയറേജിനെ പറ്റി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ആംപിയറേജ് പവർ ബൈ വോൾട്ടേജ് ആണ്, അല്ലെങ്കിൽ വാട്ടേജ് ബൈ വോൾട്ടേജ് ആണ്. ഇവിടെ പവർ തന്നിട്ടുണ്ട് 540 വാട്ടും തന്നിട്ടുണ്ട്, വോൾട്ടേജ് 230 വോൾട്ട് തന്നിട്ടുണ്ട്. ഇതെല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ ചെയ്യുമ്പോൾ 2.34 ആംപിയറേജ് നമുക്ക് ലഭിക്കും. എപ്പോഴും ഓർക്കുക, ആംപിയറേജിന് 2 ഡെസിമൽ പോയിന്റ് ആണ് കിട്ടുന്നതെങ്കിൽ അതിനെ അപ്രോക്സിമേറ്റ് ചെയ്ത് തൊട്ടടുത്ത ഡെസിമൽ നമ്പർ ആക്കുക. അതായത് 2.4 ആംപിയറേജ്.
ഇത്രയാണ് നമുക്ക് പവറിനെ പറ്റി പറയാനുള്ളത്. ലെറ്റസ് അസസിൽ പവറിനെ പറ്റിയുള്ള കൂടുതൽ ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾ ചെയ്ത് നോക്കുക. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് ലൈറ്റിംഗ് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറണ്ട് ആണ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഹീറ്റിംഗ് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്താണെന്ന് പറഞ്ഞിരുന്നു. അതായത് ഇലക്ട്രിക്കൽ എനർജിയെ ഹീറ്റ് എനർജി ആയിട്ട് മാറ്റുന്ന പ്രോസസ്സിനെയാണ് ഹീറ്റിംഗ് എഫക്ട് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായിരിക്കും ലൈറ്റിംഗ് എഫക്ട്? ഇലക്ട്രിക്കൽ എനർജിയെ ലൈറ്റ് എനർജി ആയിട്ട് മാറ്റുന്ന പ്രോസസ് ആയിരിക്കും ലൈറ്റിംഗ് എഫക്ട് എന്ന് പറയുന്നത്. നിങ്ങൾ ടെക്സ്റ്റിൽ ഒരു ഫിലമെന്റ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. പണ്ടത്തെ കാലത്ത് വീടുകളിൽ സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ബൾബാണ് ഈ തന്നിട്ടുള്ളത്. എന്നാൽ ഇന്നത്തെ കാലത്ത് ഈ ബൾബ് പരമാവധി ഒഴിവാക്കുകയും അതിന് പകരം നമ്മൾ ട്യൂബ് ലൈറ്റും LED ബൾബുകളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ബൾബുകൾക്ക് നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻകാൻഡസന്റ് ലാമ്പ് എന്ന് പറയുന്നത്. ഈ ലാമ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചില പാർട്സുകളാണ് താഴെ കൊടുത്തിരിക്കുന്ന ഒരു ബേസ് പ്ലേറ്റ് ഉണ്ട്, അതിന് മുകളിലായിട്ടൊരു ഗ്ലാസ് കവർ ഉണ്ട്, അതിനകത്ത് ഒരു ബൾബ് പോലിരിക്കുന്ന ഒരു പോർഷൻ ഉണ്ട്, അതിന്റെ രണ്ട് സൈഡിലായി കോപ്പർ വയർ ഫിക്സ് ചെയ്തിട്ടുണ്ട്. കോപ്പർ വയറിനെ കണക്ട് ചെയ്തുകൊണ്ട് ഒരു ടങ്സ്റ്റൺ ഫിലമെന്റും കൊടുത്തിട്ടുണ്ട്. ഇനി എന്താണ് ഇതിന്റെ ഫംഗ്ഷൻ എന്ന് നമുക്ക് നോക്കാം. ഈ ഫിലമെന്റ് ലാമ്പിൽ കൂടെ കറണ്ട് കടത്തി വിട്ട് കഴിഞ്ഞാൽ അതിൽ കണക്ട് ചെയ്തിട്ടുള്ള ടങ്സ്റ്റൺ ഫിലമെന്റ് വൈറ്റ് ഹോട്ട് ആയിട്ട് മാറുകയും ലൈറ്റ് എമിറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പൊ ഇങ്ങനെയുള്ള ബൾബുകളാണ് എന്ത് പറയുന്നത്? ഇൻകാൻഡസന്റ് ലാമ്പ് എന്ന് പറയുന്നത്. അതായത് ടങ്സ്റ്റൺ ഫിലമെന്റിൽ കൂടെ കറണ്ട് കടന്നു പോകുമ്പോൾ അത് വൈറ്റ് ഹോട്ട് കണ്ടീഷനായി മാറുകയും അത് ലൈറ്റ് എമിറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇതാണ് ഫിലമെന്റ് ലാമ്പിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ടങ്സ്റ്റൺ എന്ന് പറയുന്നത് ഒരു മെറ്റൽ ആണ്. W എന്നാണ് അതിന്റെ റെപ്രസെന്റേഷൻ. നിങ്ങൾ പീരിയോഡിക് ടേബിളിൽ ടങ്സ്റ്റൺ ഫിലമെന്റ് കണ്ടു കാണും. ടങ്സ്റ്റൺ ഫിലമെന്റിന് ഒരു പ്രത്യേകതയുണ്ട്. അത് അറ്റ്മോസ്ഫിയറിക് എയറുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് വന്നു കഴിഞ്ഞാൽ അതിന് ഓക്സിഡേഷൻ സംഭവിച്ച് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു ഗ്ലാസ് കവർ കൊണ്ട് അതിനെ മൂടുകയും അതിനെ കവർ ചെയ്ത് വെക്കുകയും അതിനകത്തുള്ള ബൾബിനെ ഇവാക്വേറ്റ് ചെയ്ത് കളയുകയും ചെയ്യും. ഇവാക്വേറ്റ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തുള്ള എയറിനെ വെളിയിലേക്ക് റിമൂവ് ചെയ്ത് കളയുക എന്നാണ് അർത്ഥം. ടങ്സ്റ്റൺ ഫിലമെന്റ് വേപ്പറൈസ് ചെയ്ത് പോകാതിരിക്കാൻ വേണ്ടി ഈ ഗ്ലാസ് കവറിനകത്ത് റിയാക്ട് ചെയ്യാത്ത അല്ലെങ്കിൽ റിയാക്ഷൻ കുറവായിട്ടുള്ള ഒരു ഗ്യാസ് നമ്മൾ നിറയ്ക്കുന്നു. റിയാക്ട് ചെയ്യാത്ത ഗ്യാസിനെ നമ്മൾ ഇനർട്ട് ഗ്യാസ് എന്നാണ് പറയുന്നത്. ഇനർട്ട് ഗ്യാസ് നിങ്ങൾക്കറിയാം, ഹീലിയം, നിയോൺ, ആർഗൺ, സെനോൺ, ക്രിപ്റ്റൺ, അങ്ങനെ പല ഇനർട്ട് ഗ്യാസുകൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്നാൽ ഇവിടെ നമ്മൾ നിറയ്ക്കുന്ന ഇനർട്ട് ഗ്യാസ് എന്ന് പറയുന്നത് നൈട്രജൻ ആണ്. നിങ്ങൾക്കറിയാം നൈട്രജൻ ഒരു ഇനർട്ട് ഗ്യാസ് അല്ല. പിന്നെ എന്തുകൊണ്ടാണ് നൈട്രജൻ ഒരു ഇനർട്ട് ഗ്യാസ് എന്ന് ഇവിടെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നൈട്രജൻ മോളിക്യൂളിന് ട്രിപ്പിൾ ബോണ്ട് ആണെന്ന് നിങ്ങൾ 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. അതായത് 2 നൈട്രജൻ ആറ്റംസും ചേർന്നിരിക്കുന്നത് ട്രിപ്പിൾ ബോണ്ട് ഉപയോഗിച്ചാണ്. ട്രിപ്പിൾ ബോണ്ടിനെ നമുക്ക് ഈസി ആയിട്ട് ബ്രേക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ സാധാരണ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചറിലും പ്രഷറിലും നൈട്രജൻ മോളിക്യൂള് റിയാക്ട് ചെയ്ത് പോകാറില്ല. അതുകൊണ്ട് പ്രാക്ടിക്കലി അതൊരു ഇനർട്ട് ഗ്യാസ് ആയിട്ട് വർക്ക് ചെയ്യുന്നു എന്ന് നമുക്ക് പറയാം. അതുകൊണ്ട് തന്നെ വേപ്പറൈസേഷൻ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ലോ പ്രഷറിൽ ഇനർട്ട് ഗ്യാസ്, അതായത് നൈട്രജൻ ഗ്യാസിനെയാണ് ഇതിനകത്തേക്ക് നിറച്ചു കൊടുക്കുന്നത്. ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. വൈ ഈസ് ദ ബൾബ് ഫിൽഡ് വിത്ത് ആൻ ഇനർട്ട് ഗ്യാസ് ഓർ നൈട്രജൻ? എന്തുകൊണ്ടാണ് ബൾബ് ഇനർട്ട് ഗ്യാസ് അതായത് നൈട്രജൻ കൊണ്ട് നിറയ്ക്കുന്നത് അല്ലെങ്കിൽ ഫില്ല് ചെയ്യുന്നത് എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അതിന്റെ ഉത്തരമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. രണ്ടാമത്തെ ചോദ്യം, വാട്ട് പ്രോപ്പർട്ടീസ് ഓഫ് ടങ്സ്റ്റൺ മേക്ക് ഇറ്റ് സ്യൂട്ടബിൾ ഫോർ ബീയിങ് യൂസ്ഡ് ആസ് എ ഫിലമെന്റ്? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ടങ്സ്റ്റന്റെ എന്ത് പ്രോപ്പർട്ടി കാരണമാണ് അതിനെ ഫിലമെന്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്? ഒന്നാമത്തെ പോയിന്റ് ഹൈ റെസിസ്റ്റിവിറ്റി, രണ്ടാമത്തെ പോയിന്റ് ഹൈ മെൽറ്റിംഗ് പോയിന്റ്. ഈ 2 പോയിന്റുകളും നമ്മൾ നിക്രോം വയറിന്റെ പ്രോപ്പർട്ടി ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞതാണ്. മൂന്നാമത്തെ പോയിന്റ് ഹൈ ഡക്റ്റിലിറ്റി. ഒരു മെറ്റലിനെ അടിച്ചു നീട്ടാനുള്ള അതിന്റെ കഴിവിനെയാണ് ഡക്റ്റിലിറ്റി എന്ന് പറയുന്നത്. ഡക്റ്റിലിറ്റി കൂടിയ മെറ്റൽസിനെ നമുക്ക് വളരെ നേർത്ത കമ്പികളായി അടിച്ച് നീട്ടാൻ കഴിയും. നാലാമത്തെ പോയിന്റ് എബിലിറ്റി ടു എമിറ്റ് വൈറ്റ് ലൈറ്റ് ഇൻ ദ വൈറ്റ് ഹോട്ട് കണ്ടീഷൻ. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അതായത് വൈറ്റ് ഹോട്ട് കണ്ടീഷനിൽ വൈറ്റ് ലൈറ്റിനെ എമിറ്റ് ചെയ്യാനുള്ള എബിലിറ്റി ആർക്കുണ്ട്? ടങ്സ്റ്റനുണ്ട്. ഈ പ്രത്യേകത തന്നെയാണ് അതിനെ നിക്രോം വയറുമായിട്ട് വേർതിരിച്ച് നിർത്തുന്നത്. പരീക്ഷകൾക്ക് സാധാരണ ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ടങ്സ്റ്റൺ ഫിലമെന്റിന് പകരം നമ്മൾ നിക്രോം വയർ ഉപയോഗിക്കാത്തതെന്ന് ചോദിക്കാറുണ്ട്. എന്തുകൊണ്ടാണ്? നിക്രോം വയറിന് റെഡ് ഹോട്ട് കണ്ടീഷനായി നിൽക്കാനുള്ള എബിലിറ്റിയേ ഉള്ളൂ. അതിനെന്തില്ല? വൈറ്റ് ലൈറ്റ് എമിറ്റ് ചെയ്യാനുള്ള എബിലിറ്റി ആർക്കില്ല? നിക്രോമിനില്ല. അതുപോലെ തന്നെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ്, ഹീറ്റിംഗ് കോയിലായിട്ട് ടങ്സ്റ്റനെ ഉപയോഗിക്കാമോ? കാരണം എന്ത്? ഹീറ്റിംഗ് കോയിലിനുള്ള പ്രത്യേകതയാണ് റെഡ് ഹോട്ട് കണ്ടീഷനിൽ നിലനിൽക്കാനുള്ള കഴിവ്. എന്നാൽ അത് ആർക്കില്ല? ടങ്സ്റ്റൺ ഇല്ല. ടങ്സ്റ്റൺ എന്തിന്റെ കഴിവേ ഉള്ളൂ? വൈറ്റ് ഹോട്ട് കണ്ടീഷനിൽ വൈറ്റ് ലൈറ്റ് എമിറ്റ് ചെയ്യാനുള്ള എബിലിറ്റിയേ ഉള്ളൂ. ഇവിടെ തന്നിട്ടുള്ള ചോദ്യമാണ് ഇപ്പോൾ പറഞ്ഞത്, നിക്രോം ഈസ് നോട്ട് യൂസ്ഡ് ആസ് ഫിലമെന്റ് ഇൻ ഇൻകാൻഡസന്റ് ലാമ്പ്. ഇൻകാൻഡസന്റ് ലാമ്പിൽ നിക്രോമിനെ എന്തുകൊണ്ട് ഫിലമെന്റ് ആയിട്ട് ഉപയോഗിക്കുന്നില്ല? അതിന് എന്തിനുള്ള കഴിവില്ല? വൈറ്റ് ഹോട്ട് കണ്ടീഷനിൽ വൈറ്റ് ലൈറ്റ് എമിറ്റ് ചെയ്യാനുള്ള കഴിവ് നിക്രോമിനില്ല. ടച്ച് എ ഫിലമെന്റ് ലാമ്പ് ആഫ്റ്റർ ഇറ്റ് ഹാസ് ബീൻ ലെഫ്റ്റ് ഫോർ എ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം. വാട്ട് ഡു യു ഫീൽ? ഇൻകാൻഡസന്റ് ലാമ്പുകൾ കുറെ നേരം പ്രവർത്തിപ്പിച്ചതിന് ശേഷം അതിനടുത്തേക്ക് നമ്മൾ കൈ കൊണ്ടുവരികയാണെങ്കിൽ അല്ലെങ്കിൽ അതിൽ തൊട്ട് നോക്കുകയാണെങ്കിൽ, ആ ഗ്ലാസ്സിൽ നമ്മൾ തൊട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ ചൂട് അനുഭവപ്പെടും.
അതായത് ഇൻകാൻഡസന്റ് ലാമ്പുകളിൽ കൂടി കറണ്ട് കടത്തിവിട്ട് കഴിഞ്ഞാൽ അത് ലൈറ്റ് എനർജി മാത്രമല്ല എന്തും കൂടി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഹീറ്റ് എനർജി കൂടി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇൻകാൻഡസന്റ് ലാമ്പുകളുടെ കാര്യത്തിൽ നമുക്ക് ആവശ്യമില്ലാത്ത ഒരു എനർജിയാണ് ഹീറ്റ് എനർജി എന്ന് പറയുന്നത്. നമുക്ക് ആവശ്യമുള്ള എനർജി ലൈറ്റ് എനർജി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഹീറ്റ് എനർജി ആയിട്ട് മാറുന്ന പോർഷൻസ് നമുക്ക് വേസ്റ്റ് ആയി പോവുകയാണ് ചെയ്യുന്നത്. ഇൻകാൻഡസന്റ് ലാമ്പുകളുടെ ഒരു ഡിഫക്റ്റും ഡീമെറിറ്റും ഒക്കെയാണത്. കാരണം അതിൽ സപ്ലൈ ചെയ്യുന്ന ഇലക്ട്രിക്കൽ എനർജിയുടെ മേജർ പോർഷനും ഹീറ്റ് എനർജി ആയിട്ട് ലോസ്റ്റ് ചെയ്ത് പോകാറുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഇലക്ട്രിക്കൽ എനർജി ഹീറ്റിന്റെ രൂപത്തിൽ, അതായത് താപത്തിന്റെ രൂപത്തിൽ നമുക്ക് നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ ഈ ഡിവൈസസിന്റെ എഫിഷ്യൻസി വളരെ കുറവാണെന്ന് നമുക്ക് പറയാൻ കഴിയും. ഈ കാരണങ്ങൾ കൊണ്ടാണ് ഇന്നത്തെ കാലത്ത് ഇൻകാൻഡസന്റ് ലാമ്പിന്റെ ഉപയോഗം കുറയ്ക്കുകയും അതിനു പകരം എഫിഷ്യൻസി കൂടിയ ലാമ്പുകളെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്നതിനും കാരണം. അപ്പോൾ നമ്മൾ ഇൻകാൻഡസന്റ് ലാമ്പിനെ പറ്റി പഠിച്ചു. അതിന്റെ പാർട്സ് ഏതൊക്കെയാണെന്നും അതിന്റെ ഫംഗ്ഷൻസ് എന്താണെന്നും അതിന്റെ ഡീമെറിറ്റ് എന്താണെന്നും നമ്മൾ പഠിച്ചു. ഇത്തരം ഡീമെറിറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഇതിനേക്കാൾ കൂടിയ എഫിഷ്യൻസി ഉള്ള ലാമ്പുകളാണ് മനുഷ്യർ പിന്നീട് ഉപയോഗിച്ചത്. അതിനുദാഹരണമാണ് ഡിസ്ചാർജ് ലാമ്പുകൾ എന്ന് പറയുന്നത്. ഡിസ്ചാർജ് ലാമ്പുകളുടെ ചിത്രം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ഇവയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവയുടെ മെയിൻ പാർട്സ് ഒരു ഗ്ലാസ് ട്യൂബ് ആണ്. ഗ്ലാസ് ട്യൂബിന്റെ രണ്ട് സൈഡിലായിട്ട് 2 ഇലക്ട്രോഡുകൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഗ്ലാസ് ട്യൂബിനകത്ത് ലോ പ്രഷറിൽ ഒരു ഗ്യാസും ഫില്ല് ചെയ്തിരിക്കും. ഈ 2 ഇലക്ട്രോഡുകൾ കൂടി ഹൈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്യുമ്പോൾ, അതായത് ഈ ഗ്യാസ് മോളിക്യൂളുകളിൽ കൂടി കറണ്ട് കടത്തിവിടുന്നു എന്നർത്ഥം. കറണ്ട് കടത്തിവിടുമ്പോൾ ഈ ഗ്യാസ് മോളിക്യൂള് എക്സൈറ്റഡ് സ്റ്റേറ്റിലാവും. അതായത് ഈ കറണ്ട് കടത്തിവിടുമ്പോൾ അത് എനർജി അബ്സോർബ് ചെയ്ത് ഹൈ എനർജി ലെവലിലോട്ട് മാറും. നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്, എല്ലാ ആറ്റങ്ങളും സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാനാണ് നോക്കുന്നത്. അതുകൊണ്ടാണ് അവ കെമിക്കൽ ബോണ്ടിങ്ങിലൊക്കെ ഏർപ്പെടുന്നത് എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എനർജി അറ്റൈൻ ചെയ്ത് എക്സൈറ്റഡ് സ്റ്റേറ്റിൽ അഥവാ ഹൈ എനർജി സ്റ്റേറ്റിൽ നിൽക്കുന്ന ഗ്യാസ് മോളിക്യൂള് തിരിച്ച് നോർമൽ സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ ഇവ അബ്സോർബ് ചെയ്ത് വച്ചിരിക്കുന്ന എനർജി പുറത്തേക്ക് എമിറ്റ് ചെയ്യും. ഇങ്ങനെ എമിറ്റ് ചെയ്യുന്നത് ലൈറ്റിന്റെ ഫോമിലായിരിക്കും. അതായത് എക്സൈറ്റഡ് ആയി നിൽക്കുന്ന ആറ്റംസ് നോർമൽ സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ അത് എനർജി എമിറ്റ് ചെയ്യുന്നത് ലൈറ്റിന്റെ ഫോമിലായിരിക്കും എന്നർത്ഥം. ഈ ഡിസ്ചാർജ് ലാമ്പിൽ നിറച്ചിരിക്കുന്ന ഗ്യാസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ലൈറ്റും. അതായത് നിയോണോ ഹൈഡ്രജനോ അല്ലെങ്കിൽ ക്ലോറിനോ അങ്ങനെയുള്ള പല പല ഗ്യാസുകൾ നമുക്ക് ഡിസ്ചാർജ് ലാമ്പുകളിൽ നിറയ്ക്കാൻ കഴിയും. ഓരോ ഗ്യാസസും പ്രൊഡ്യൂസ് ചെയ്യുന്ന കളർ ഡിഫറെന്റ് ആയിരിക്കും. അപ്പോൾ എന്തായിരിക്കും ഇൻകാൻഡസന്റ് ലാമ്പിനേക്കാളും ഡിസ്ചാർജ് ലാമ്പുകൾക്കുള്ള അഡ്വാൻറ്റേജ്? ഒന്നാമത്തെ പോയിന്റ്, ഇൻകാൻഡസന്റ് ലാമ്പിനേക്കാളും കൂടുതൽ ലൈറ്റ് ഡിസ്ചാർജ് ലാമ്പ് എമിറ്റ് ചെയ്യും. അതായത് ഇൻകാൻഡസന്റ് ലാമ്പിനേക്കാളും നല്ല പ്രകാശമായിരിക്കും ഡിസ്ചാർജ് ലാമ്പുകൾക്ക്. രണ്ടാമത്തെ കാര്യം, എഫിഷ്യൻസി ഡിസ്ചാർജ് ലാമ്പുകൾക്ക് കൂടുതലായിരിക്കും. കാരണം ഇൻകാൻഡസന്റ് ലാമ്പുകളിൽ കൂടുതൽ ഇലക്ട്രിക്കൽ എനർജിയും ഹീറ്റിന്റെ രൂപത്തിൽ, അതായത് താപത്തിന്റെ രൂപത്തിൽ നഷ്ടപ്പെടുമെന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ ഡിസ്ചാർജ് ലാമ്പുകളിൽ കൂടി നഷ്ടപ്പെടുന്ന ഹീറ്റ് എനർജി വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഇൻകാൻഡസന്റ് ലാമ്പിനേക്കാളും കൂടുതൽ എഫിഷ്യന്റ് ആയിട്ടുള്ള ലാമ്പുകളാണ് ഡിസ്ചാർജ് ലാമ്പുകൾ. എന്നാൽ ഇവയേക്കാൾ കൂടുതൽ എഫിഷ്യൻസി ഉള്ള ലാമ്പുകളാണ് LED ബൾബ് എന്ന് പറയുന്നത്. LED ഫുൾ ഫോം ആണ് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. ഇന്ന് നമ്മൾ നിത്യജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതും LED ബൾബുകളാണ്. അതിന്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് LED ബൾബുകൾക്ക് ഫിലമെന്റ് ഇല്ല. ഫിലമെന്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള എനർജി വേസ്റ്റേജും LED ബൾബുകളിൽ ഉണ്ടാവുന്നില്ല. അതായത് LED ബൾബുകളിൽ ഹീറ്റിന്റെ രൂപത്തിൽ എനർജി നഷ്ടപ്പെടുന്നില്ല എന്നർത്ഥം. രണ്ടാമത്തെ കാര്യം, ബാക്കിയുള്ള ലാമ്പുകളിൽ മെർക്കുറി കണ്ടന്റ് ഉണ്ട്, എന്നാൽ LED ബൾബുകളിൽ മെർക്കുറി അടങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ എൻവയോൺമെന്റിന്, നമ്മുടെ പ്രകൃതിക്ക് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും LED ബൾബുകൾ കാരണം ഉണ്ടാകുന്നില്ല. നിങ്ങളുടെ ടെക്സ്റ്റിൽ LED ബൾബിന്റെ അഡ്വാൻറ്റേജസ് ഏതൊക്കെയാണെന്ന് കൊടുത്തിട്ടുണ്ട്. LED ബൾബ്സ് ആർ മോർ എഫിഷ്യന്റ് ദാൻ അതർ ബൾബ്സ്. അതായത് ബാക്കിയുള്ള ബൾബുകളെക്കാൾ കൂടുതൽ എഫിഷ്യന്റ് ആണ് LED ബൾബുകൾ. ലോ പവർ കൺസപ്ഷൻ ആയിരിക്കും. അതായത് ബാക്കിയുള്ള ബൾബുകളെക്കാൾ LED ബൾബിന് വളരെ കുറച്ച് പവർ മതിയാകും. എന്നാൽ ബാക്കിയുള്ള ബൾബുകളെക്കാൾ കൂടുതൽ ലൈറ്റ് എമിറ്റ് ചെയ്യുന്നതും ആരായിരിക്കും? LED ബൾബുകളായിരിക്കും. അതുകൊണ്ട് തന്നെ ഹൈ എഫിഷ്യൻസി എന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെ ഹൈ ലോഞ്ചിവിറ്റി ആയിരിക്കും. അതായത് ബാക്കിയുള്ള ബൾബുകളെക്കാൾ കൂടുതൽ കാലം LED ബൾബ് നിലനിൽക്കും. ഇനി കൊടുത്തിട്ടുള്ളത് LED ബൾബിന്റെ പാർട്സിനെ പറ്റിയാണ്. LED ബൾബിന്റെ പാർട്സുകളാണ് ബേസ് യൂണിറ്റ്, ഹീറ്റ് സിങ്ക്, ബേസ് പ്ലേറ്റ്, ബാക്ക് കണ്ടക്ടർ സ്ക്രൂസ്, പവർ സപ്ലൈ ബോർഡ് അഥവാ LED ഡ്രൈവർ, പ്രിന്റഡ് സർക്യൂട്ട് ബോർഡ് അഥവാ LED ചിപ്പ് ബോർഡ്, ഡിഫ്യൂസർ കപ്പ്. ഇതിൽ ബേസ് യൂണിറ്റ് എന്ന് പറയുന്നത് ഹോൾഡറുമായിട്ട് ബൾബിനെ കണക്ട് ചെയ്തിരിക്കുന്ന മെറ്റാലിക് പാർട്ട്, അതായത് LED ബൾബുകളുടെ ബേസിലിരിക്കുന്ന ഏറ്റവും അടിഭാഗത്തായിട്ടിരിക്കുന്ന പാർട്ടാണ് ബേസ് യൂണിറ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തേതാണ് ഹീറ്റ് സിങ്ക്. അതായത് ബേസ് യൂണിറ്റുമായിട്ട് ചേർന്നിരിക്കുന്ന ഒരു പാർട്ടാണ് ഹീറ്റ് സിങ്ക് എന്ന് പറയുന്നത്. ഇത് ബേസിൽ നിന്നുമുള്ള ഹീറ്റിനെ അബ്സോർബ് ചെയ്യാനുള്ള ഒരു അറേഞ്ച്മെന്റ് ആണ് ഹീറ്റ് സിങ്ക്. ഹോൾഡറുമായി കണക്ട് ചെയ്യുന്ന പാർട്ടാണ് ബേസ് പ്ലേറ്റ് എന്ന് പറയുന്നത്. ഇവയെല്ലാം അറ്റാച്ച് ചെയ്ത് വെക്കാൻ വേണ്ടിയാണ് ബാക്ക് കണ്ടക്ടർ സ്ക്രൂസ് ഉപയോഗിക്കുന്നത്. അത് കഴിഞ്ഞ് വളരെ പ്രധാനപ്പെട്ട പാർട്ടാണ് പവർ സപ്ലൈ ബോർഡ്. അതായത് AC യെ DC ആക്കി കൺവേർട്ട് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് പവർ സപ്ലൈ ബോർഡിനുള്ളത്. AC യും DC യും എന്താണെന്ന് നമ്മൾ മൂന്നാമത്തെ ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും.
അതുപോലെ തന്നെ ഔട്ട്പുട്ട് വോൾട്ടേജ് സപ്ലൈ ചെയ്യാനുള്ള ഒരു ഡിവൈസുമാണ് പവർ സപ്ലൈ ബോർഡ് എന്ന് പറയുന്നത്. അടുത്തൊരു മെയിൻ പാർട്ടാണ് പ്രിന്റഡ് സർക്യൂട്ട് ബോർഡ്. അതായത് ലൈറ്റ് എമിറ്റ് ചെയ്യുന്ന ഈ LED ബൾബുകൾ എല്ലാം ഫിക്സ് ചെയ്തിരിക്കുന്നത് പ്രിന്റഡ് സർക്യൂട്ട് ബോർഡിലാണ്. ലൈറ്റ് ബൾബിൽ നിന്നും പുറത്തു വരുന്ന പാർട്ടാണ് ഡിഫ്യൂസർ കപ്പ് എന്ന് പറയുന്നത്. അതായത് മുകൾ ഭാഗത്ത് കവർ ചെയ്ത് വെച്ചിരിക്കുന്ന ഭാഗമാണ് ഡിഫ്യൂസർ കപ്പ്. ഇതോടുകൂടി എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ലെറ്റസ് അസസിൽ കിടക്കുന്ന ചോദ്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്തു നോക്കുക. അതിലെ ക്വസ്റ്റ്യൻസ് എല്ലാം സ്ഥിരം പരീക്ഷകൾക്ക് വരുന്നതാണ്. അതുപോലെ തന്നെ ഈ പാഠവുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടുമെങ്കിൽ കളക്ട് ചെയ്ത് അതിൻ്റെ ക്വസ്റ്റ്യൻസ് എല്ലാം വർക്കൗട്ട് ചെയ്ത് നോക്കുക.